നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-നുണ്ടായ ദയനീയ പരാജയത്തിൽ പല നേതാക്കന്മാരടക്കം സംസ്ഥാന നേതാക്കന്മാരടക്കം സ്വകാര്യമായി പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് വെള്ളാപ്പള്ളി നടേശനെയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനല്ല പൂർണ്ണമായും പരാജയത്തിന്റെ കാരണക്കാരനെന്നല്ല, വെള്ളാപ്പള്ളി നടേശന്റെ ചില നിലപാടുകൾ പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ലീഗ് അപ്രമാദിത്വം നേടുമ്പോഴും അല്ലെങ്കിൽ UDF അപ്രമാദിത്വം നേടുമ്പോഴും മലപ്പുറത്ത് ഇളകാത്ത ഒരു കോട്ടയായിരുന്നു പൊന്നാനി. CPM എക്കാലത്തുമല്ല, പണ്ട് കോൺഗ്രസിന്റെ MP ഗംഗാധരനൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഇങ്ങോട്ട് മണ്ഡല പുനർനിർണയത്തിന് ശേഷമെല്ലാം CPM മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലം. പഴയ കുറ്റിപ്പുറത്തിന്റെ പുതിയ രൂപമായ തവനൂരിൽ CPM ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അവിടങ്ങളിലെല്ലാം ഇത്തവണ അതിദയനീയമായ പരാജയം ഉണ്ടായി എന്ന് മാത്രമല്ല, മലപ്പുറത്ത് LDF വാഷ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണമുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ വായിലെ നാവ് തന്നെയാണെന്ന് മലപ്പുറത്തെ ഒരു വലിയ വിഭാഗം ഇടതുമുന്നണി നേതാക്കന്മാരും പ്രവർത്തകരും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ചുവട് പിടിച്ച് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ പിണറായി വിജയന്റെ മേൽ പരിചാരേണ്ട ആവശ്യമില്ല. ഇപ്പോഴും പിണറായി വിജയനെ വെള്ളപൂശുന്ന തിരക്കിലാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് പിണറായി വിജയന്റെ കറുത്ത കിയാ കാറിൽ വന്നിറങ്ങിയ വെള്ളാപ്പള്ളി നടേശന്റെ ദൃശ്യം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അന്ന് ഈ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. എന്തായാലും ആ പിണറായി വിജയനെ തിരിച്ച് ന്യായീകരിക്കുന്ന പരാജയം പൂർണ്ണമായും പിണറായി വിജയനെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഇടതുമുന്നണിക്ക് ചില തെറ്റുകുറ്റങ്ങൾ പറ്റി CPIയെ കുറ്റം പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വാഴ്ത്തുപാട്ട് നിർത്താൻ ഇപ്പോഴൊന്നും തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത്. ഇത് CPM-ന് തിരിച്ചടിയിൽ നട്ടം തിരിയുന്ന, അല്ലെങ്കിൽ ആഴത്തിലേക്ക് കൈകൂപ്പി പോകുന്ന, അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോയി രക്ഷപ്പെടുത്താൻ കൈകൂപ്പി നിൽക്കുന്ന CPM-ന്റെ മൂർധാവിൽ ചവിട്ടുന്ന നിലപാടല്ലേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത്? തീർച്ചയായും CPM-ന്റെ അകത്ത് തന്നെ പരാജയത്തിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ രീതിയാണ് CPM-ന് ഇത്രയും വലിയ പരാജയം ഉണ്ടായത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനല്ല, MLA സ്ഥാനം പോലും രാജിവെക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നും CPM-ലുണ്ട്. അതേ സാഹചര്യത്തിൽ CPM-ന്റെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് ഈ പരാജയത്തിന് ഒരു പരിധിവരെ വെള്ളാപ്പള്ളി നടേശൻ കാരണമായി. അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ, ആഗോള അയ്യപ്പ സംഗമത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനൊപ്പം അദ്ദേഹത്തിന്റെ കാറിൽ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടുവന്നത്, വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത പറയുമ്പോഴൊക്കെ വെള്ളാപ്പള്ളി നടേശനെ പല വേദിയിലും ഷോളിട്ട് സ്വീകരിച്ച പിണറായി വിജയൻ ഇതൊക്കെ തിരിച്ചടിയായി എന്ന് തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളിലടക്കം വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ കുറ്റവും പിണറായി വിജയന്റെ മേൽ പറയണ്ട, അല്ലെങ്കിൽ CPM-ന്റെ വലിയ പരാജയം, LDF-ന്റെ വലിയ പരാജയം പിണറായി വിജയന്റെ കുറ്റമല്ല. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ തന്നെ കാരണഭൂതനെന്നും കപ്പിത്താനെന്നും ഒക്കെ വിളിച്ച അദ്ദേഹത്തെ ഒരു പരാജയം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല. CPM-ന്റെ നയങ്ങളും നിലപാടുകളിലുമാണ് മാറ്റം ഉണ്ടായത്. അതൊന്നും പിണറായി വിജയൻ ചെയ്തതല്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മാത്രം കാര്യമല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ, ഏരിയ കമ്മിറ്റികൾ, ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതിലേക്ക് ഓരോ ചുമതലയുള്ളവരും അഹങ്കാരികളായി പ്രവർത്തിച്ചു. സാധാരണ അല്ലെങ്കിൽ CPM-ന്റെ അകത്തുള്ള ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ രീതിയും അഹങ്കാരവും ധാർഷ്ട്യവും എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ മുതൽ കമ്മിറ്റി നേതാക്കൾക്ക് വരെ ഉണ്ടായ അഹങ്കാരം തന്നെയാണ് CPM-ന് ഇത്രയും വലിയ പരാജയത്തിലേക്ക് എത്തിച്ചത്. എല്ലാ പരാജയത്തിന്റെ മുഴുവൻ കാരണം പിണറായി വിജയന്റെ MV ഗോവിന്ദന്റെയും പേരിൽ ആരോപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയും വെള്ളാപ്പള്ളി നടേശൻ ഈ പരാജയവുമായി തനിക്ക് പങ്കുണ്ടെന്നോ പങ്കില്ലെന്നോ പറയുന്നില്ല. കാര്യം ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾക്ക് CPM നൽകിയ പിന്തുണയൊക്കെ ആയിരുന്നു. പക്ഷെ തന്നെ കുറിച്ച് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തന്നെ കുറിച്ച് വരുന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പിണറായി വിജയനെ കൊത്തിപ്പറിക്കാൻ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടില്ല, അല്ലെങ്കിൽ അതിന് കവചം തീർക്കുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. പിന്നീട് പറഞ്ഞത് CPIക്കെതിരെ കടുത്ത വിമർശനമാണ്. CPI ഈ LDF-ന്റെ പരാജയത്തിൽ CPIക്ക് വലിയ പങ്കുണ്ട്. CPM എടുത്ത പല നിലപാടുകളിലും CPI ഒപ്പം നിന്നില്ല. CPI മാറ്റി അല്ലെങ്കിൽ മറുത്ത് CPM-ന് പ്രതിരോധം തീർക്കുന്ന, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ CPI എടുത്തു എന്ന് പറഞ്ഞത് PMC ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് പോലും അന്ന് CPIക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം CPI കൂടി വലിയ പരാജയത്തിന്, LDF-ന്റെ വലിയ പരാജയത്തിന്, അല്ലെങ്കിൽ വലിയ പരാജയത്തിലേക്ക് എത്തിച്ചതിൽ CPIക്ക് വലിയ പങ്കുണ്ട്. പല നിലപാടുകളിലും CPM-നൊപ്പം നിൽക്കാതിരുന്നത് വലിയ പരാജയത്തിന് കാരണമായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CPI ആണ്. ഞങ്ങളായിരുന്നെങ്കിൽ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനൊപ്പം കൂട്ടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എല്ലാത്തിനുമുള്ള മറുപടിയായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഒരിക്കലും പിണറായി വിജയനെ, അന്നത്തെ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ കുറ്റപ്പെടുത്താനാകില്ല ഈ പരാജയത്തിന്. സ്വാഭാവികമായും പിണറായി വിജയൻ മാത്രമാണ് ഈ പരാജയത്തിന്റെ കാരണം എന്നൊരു അഭിപ്രായം എനിക്കുമില്ല. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും 10 വർഷത്തെ ഭരണത്തിന്റെ അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഈ ഭരണം അത്രയും മോശമായതുകൊണ്ട് തന്നെയാണ്
സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിനെ കഴിഞ്ഞ സർക്കാരിനെ ജനങ്ങൾ കൈയൊഴിഞ്ഞെന്നുള്ള വാസ്തവമാണ്. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ ഒരു ഫാക്ട് ആയിരുന്നു പരാജയത്തിന്, MP ഗോവിന്ദൻ ഒരു ഫാക്ട് ആയിരുന്നു, PR ടീം ഒരു ഫാക്ട് ആയിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ ഒരു ഫാക്ട് ആയിരുന്നു. പരാജയത്തിന്റെ പിന്നെ CPI എടുത്ത നിലപാടുകളായിരുന്നു ശരിയെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ഇതെല്ലാം തിരുത്തിക്കൊണ്ട് വലിയ പരാജയത്തിൽ CPM നട്ടം തിരിഞ്ഞു നിൽക്കുന്നു. വീണ വിജയന്റെ കേസിൽ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നു. അത് സംഘർഷത്തിലേക്ക് എത്തുന്നു. അത് CPM-ന് വീണ്ടും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നു ആ വിഷയത്തിൽ. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് CPM-ന് കൂടുതൽ കുരുക്ക് മുറുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്.